ഈ ബീട്രൂട്ട് കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കുക, സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി. അതിനായി ഇത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി സ്ലൈസായിട്ട് ഇതിൽ അരിഞ്ഞെടുക്കണം. പിന്നെ ഈ പച്ചടിയിലേക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ: 1/2 കപ്പ് തൈര്, 1/4 കപ്പ് തേങ്ങ, ഒരു 5 കാന്താരി മുളക്, താളിപ്പിനായി 1 തണ്ട് കറിവേപ്പില, 3 വറ്റൽമുളക്, വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്, ലേശം ജീരകത്തിൻ്റെ പൊടി. ഇത്രയുമാണ് ഈ ബീട്രൂട്ട് പച്ചടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് ആദ്യം ഈ ബീട്രൂട്ട് ഒന്ന് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. 4 പേർക്കുള്ള പച്ചടിയാണ് ഉണ്ടാക്കുന്നത്, വളരെ കുറച്ച് മതി. അതുകൊണ്ട് ചെറിയൊരു ബീട്രൂട്ടാണിത്. ബീട്രൂട്ടെല്ലാം ഞാൻ വളരെ ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊരു കടായി എടുത്ത് അത് അതിലിട്ട് ഇടാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, വേവാൻ ആവശ്യമുള്ള വെള്ളം, ഒഴിച്ചൊന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 6-7 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കത്തിച്ച കടായി അടുപ്പിൽ വെച്ച് നമുക്കിത് അടച്ച് വെച്ച് ആദ്യം നല്ല ചൂടിലൊന്ന് തിളപ്പിക്കാം. ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാം. മിക്സിയുടെ ചെറിയ ബൗളെടുത്ത് അതിലേക്ക് 5 കാന്താരി മുളക്, തേങ്ങ തിരിഞ്ഞത്, ഈ 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. ഇടയ്ക്ക് നമുക്ക് അടപ്പം തുറക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ലോ ഫ്ലെയിം ആക്കാം. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വേകട്ടെ. വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിം ആക്കി. നമുക്ക് അടപ്പൊന്ന് തുറക്കാം. ബീട്രൂട്ടൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ വെന്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് അരപ്പൊക്കെ ഇതൊന്ന് പിടിക്കും. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കിടന്നൊന്ന് വേകട്ടെ അരപ്പൊക്കെ. നമുക്ക് അടപ്പൊന്ന് തുറക്കാം. അരപ്പൊക്കെ വെന്ത് ഉള്ളതുപോലെ ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. തണുക്കുന്നതിനായി തുറന്നു വയ്ക്കാം. തണുപ്പിട്ടൊക്കെ തണുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തൈര് ചേർക്കാം. തൈര് ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. തൈര് ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കാം.
ഉപ്പ് കുറവാണ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് താളിച്ചുകൂടെ ചേർക്കണം. പാൻ എടുത്ത് വെച്ച് സ്റ്റൗ കത്തിക്കാം. പാൻ ഒന്ന് ചൂടാകട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ചൂടായിട്ടുണ്ട്. നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടിയ ശേഷം നമുക്ക് 3 വറ്റൽമുളക് ഇടാം. കറിയിലേക്ക് ചേർക്കാം. കറിയിലേക്ക് ചേർത്ത് നമുക്ക് അടച്ച് വയ്ക്കാം. കുറച്ച് കഴിഞ്ഞ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. പച്ചത്തിൻ്റെ അടുപ്പ് തുറക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഇത് സദ്യ സ്പെഷ്യൽ പച്ചടിയാണ്. സദ്യക്കൊക്കെ നമ്മൾ സൈഡ് ഡിഷായിട്ട് വയ്ക്കുന്ന പച്ചടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. സദ്യ സ്പെഷ്യൽ ബീറ്റ്റൂട്ട് പച്ചടി റെഡി. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. സദ്യ സ്പെഷ്യൽ ബീറ്റ്റൂട്ട് പച്ചടി റെഡി.